Good morning all. Once again we are in IT class. Children, please take your text. We are continuing the chapter more on Photoshop. This is a simple chapter. Half portion of this chapter we taken in the last class. What have we discussed? Yes, about some tools in the Photoshop window. നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഏതൊക്കെയാണ് ആ ടൂൾസ് എന്ന്? ബ്രഷ് ടൂളിനെ പറ്റി പഠിച്ചു, പിന്നെയോ പെൻസിൽ ടൂൾ എന്താണെന്ന് പഠിച്ചു, സ്പോട്ട് ഹീലിംഗ് ബ്രഷ് ടൂൾ എന്താണെന്ന് നോക്കി, പിന്നെയോ ക്ലോൺ സ്റ്റാമ്പ് ടൂൾ, പാറ്റേൺ സ്റ്റാമ്പ് ടൂൾ, ഇറേസർ ടൂൾ ആൻഡ് ഗ്രേഡിയൻ ടൂൾ. ഇത്രയും ടൂൾസ് നന്നായി മനസ്സിലാക്കുക. നമുക്ക് ഇന്ന് കുറച്ചുകൂടി ടൂൾസ് നമുക്ക് പരിചയപ്പെടാനുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. സോ ഫസ്റ്റ് വൺ ഈസ് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ. Paint bucket tool allows us to paint a larger area of an image effectively, quickly and easily. It fills the color with one click rather than individual brush strokes. It helps to fill the enclosed area in the image. മക്കളെ, പെയിൻറ്റ് ബക്കറ്റ് ടൂൾ എന്നാൽ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ലാർജർ ഏരിയയിൽ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അത് വളരെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ക്വിക്ക്ലി ആൻഡ് ഈസിലി ആയിട്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നു. നമ്മളിപ്പോൾ ബ്രഷ് ടൂളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്താ, നമുക്ക് ഒത്തിരി ക്ലിക്സിലൂടെയാണ് നമുക്കൊരു ഏരിയ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്താൽ ഒരു ഒറ്റ ക്ലിക്കിലൂടെ നമുക്കൊരു ലാർജർ എൻക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. മനസ്സിലായോ രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അതുകൊണ്ടാണ് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ വളരെ എഫക്റ്റീവ്ലി, ക്വിക്ക്ലി ആൻഡ് ഈസിലി എന്ന് പറയുന്നത്. കാരണം ഒറ്റ ക്ലിക്കിൽ നമുക്കൊരു ലാർജർ ഏരിയ, എൻക്ലോസ്ഡ് ആയിട്ടുള്ള ലാർജർ ഏരിയ നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആയോ മക്കളെ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ? ഫോർ യൂസിങ് ദ പെയിൻറ്റ് ബക്കറ്റ് ടൂൾ വി നീഡ് ടു ഫോളോ ദി ഗിവൺ സ്റ്റെപ്സ്. അതായത് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ സ്റ്റെപ്സ് യൂസ് ചെയ്യണം. നമുക്ക് ഓരോ സ്റ്റെപ്സും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ഓപ്പൺ ആൻ ഇമേജ് ഇൻ ദ ഫോട്ടോഷോപ്പ് വിൻഡോ. നമ്മുടെ ഫോട്ടോഷോപ്പ് വിൻഡോയിലെ ഏതെങ്കിലും ഒരു ഇമേജ് നമ്മൾ ഓപ്പൺ ചെയ്തിടുക. ദെൻ ക്ലിക്ക് ഓൺ ദി ആരോ നെക്സ്റ്റ് ടു ദി പെയിൻറ്റ് ബക്കറ്റ് ടൂൾ ആൻഡ് സെലക്ട് പെയിൻറ്റ് ബക്കറ്റ് ടൂൾ. നമ്മൾ പെയിൻറ്റ് ബക്കറ്റ് ടൂളിന് അടുത്തുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് സെലക്ട് ചെയ്യുക. സെലക്ട് കളർ ഫ്രം ദി പാലറ്റ് ഇൻ ദ റൈറ്റ് പെയിനിലെ ഒരു കളർ പാലറ്റ് ഉണ്ട്, അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യുക. നോക്കിയ മക്കളെ, ഹിയർ വി ഓപ്പൺ ദി ഇമേജ് ഓഫ് സച്ചിൻ ടെണ്ടുൽക്കർ. വി വാണ്ട് ടു ചേഞ്ച് ദ ബാക്ക്ഗ്രൗണ്ട് ദ കളർ ഓഫ് ദിസ് ഇമേജ്. നമുക്ക് ഈ കളറ് ചേഞ്ച് ചെയ്യണം അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലിക്ക് എനിവെയർ ഓൺ ദി ബാക്ക്ഗ്രൗണ്ട് ഓൺ ഇമേജ് ഓഫ് ആൻ ഇമേജ്. നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യുക. ഇറ്റ് ചേഞ്ചസ് ടു ദി സെലക്റ്റഡ് കളർ. നമ്മൾ ഏത് കളറാണോ സെലക്ട് ചെയ്തിരുന്നത് ആ കളറിലേക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആവും. നോക്കി മക്കളെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ആയത് കണ്ടോ? ക്ലിയർ ആയോ എങ്ങനെയാണെന്ന്? നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? പെയിൻറ്റ് ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യണം. ദെൻ അപ്ലൈ ചെയ്യുക, ബാക്ക്ഗ്രൗണ്ടിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് കളർ ചേഞ്ച് ആവും. കണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൂള് പരിചയപ്പെടാം. നെക്സ്റ്റ് വൺ ഈസ് ബ്ലർ ടൂൾ. ബ്ലർ ടൂൾ ഈസ് യൂസ്ഡ് ഫോർ സോഫ്റ്റനിങ് ഓഫ് ഡീറ്റെയിൽസ് ഇൻ ആൻ ഇമേജ് ഓർ എ പാർട്ട് ഓഫ് ആൻ ഇമേജ്. The blur tool softens hard edges or reduces details in an image. The more we paint over an area with the tool, the blurrier it becomes. മക്കളെ, ഒരു ഏരിയ നമുക്ക് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലർ ടൂൾ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ബ്ലർ ടൂൾ എന്താണെന്ന് അല്ലേ? സോ അത് സോഫ്റ്റൻ ചെയ്യും, അല്ലെങ്കിൽ അതിലെ ഡീറ്റെയിൽസ് എല്ലാം റെഡ്യൂസ് ചെയ്യും. അപ്പം നമ്മുടെ ഫോർഗ്രൗണ്ട് എന്താവും മക്കളെ? കുറച്ചുകൂടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഇത് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഫോർഗ്രൗണ്ട് കൂടുതൽ എഫക്റ്റീവ് ആവും, ഓക്കെ, അല്ലെങ്കിൽ ഷാർപ്പൻ ആവും. അപ്പം നമ്മൾ എന്തോരം പെയിൻറ്റ് ഈ ബ്ലർ ടൂൾ വെച്ച് പെയിൻറ്റ് ചെയ്യുന്നു അത്രത്തോളം ബ്ലർനെസ് കൂടും. അപ്പോൾ നമുക്ക് ഈ ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫോർ യൂസിങ് ദ ബ്ലർ ടൂൾ ഫോളോ ദി ഗിവൺ സ്റ്റെപ്സ്. ഫസ്റ്റ് വൺ, ഓപ്പൺ ആൻ ഇമേജ് ഇൻ ദ ഫോട്ടോഷോപ്പ് വിൻഡോ. Second one, click on the arrow next to blur tool and select blur tool option from the list. ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഇമേജ് ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ബ്ലർ ടൂള് സെലക്ട് ചെയ്യുക ബ്ലർ ടൂൾ ഓപ്ഷനിൽ നിന്ന്. നോക്കി, ഇതാണ് ബ്ലർ ടൂളിൻ്റെ ഓപ്ഷൻ ലിസ്റ്റ്. കണ്ടോ? അതിൽ നിന്ന് ബ്ലർ ടൂളിൻ്റെ സിമ്പിൾ മക്കൾ മനസ്സിലാക്കിയിരിക്കുക, അത് സെലക്ട് ചെയ്യുക. ദെൻ ചൂസ് എ ബ്രഷ് ടിപ്പ് ആൻഡ് സെറ്റ് ഓപ്ഷൻസ് ഫോർ ദി ബ്ലെൻഡിങ് മോഡ് ആൻഡ് സ്ട്രെങ്ത് ഇൻ ദി ഓപ്ഷൻസ് ബാർ. ഇനി നമുക്ക് ബ്രഷ് ടിപ്പ് ഏതാണെന്ന് സെലക്ട് ചെയ്യാം.
അതിനുവേണ്ടി ഇത് കണ്ടോ, ഇവിടെ സൈസും ഹാർഡ്നെസ്സും അതിൽ ഏതാണ് നമുക്ക് വേണ്ടത് ആ ബ്രഷ് ടൈപ്പ് നമുക്ക് സെലക്ട് ചെയ്യാം. ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു ബ്ലർ ദി ഇമേജ്. നമുക്ക് ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുകയോ ചെയ്യാം. എവിടെയാണോ ബ്ലറിങ് ആവശ്യമുള്ളത് അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യുക ഒന്നെങ്കിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ഓവർ ദി പാർട്ട് ഓഫ് ദി ഇമേജ് വി വാണ്ട് ടു ബ്ലർ. നമുക്ക് എന്ത് ചെയ്യുക, ബ്ലർ ചെയ്യേണ്ട പാർട്ടിനെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. നോക്കി, ഇത് നമ്മുടെ ആദ്യം കാണിച്ച ഒരു ഇമേജാണ്, നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉള്ള ആദ്യത്തെ ഇമേജാണ്. ഇത് നമ്മൾ നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ബ്ലർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഇമേജാണ് ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ബ്ലറാക്കി. അപ്പോൾ ഫോർഗ്രൗണ്ട് കുറച്ചുകൂടെ ക്ലിയറായി. അപ്പോൾ മനസ്സിലായോ ബ്ലർ ടൂൾ എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഒന്നുമില്ല, നമ്മുടെ ഇമേജ് ഏതെങ്കിലും ഓപ്പൺ ചെയ്യുക, അതിനുശേഷം ബ്ലർ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമ്മൾ എന്താണ് നമ്മുടെ ടൈപ്പ്, ബ്രഷിൻ്റെ ടൈപ്പും കൂടെ ഒന്ന് സെലക്ട് ചെയ്യുക. ദെൻ ഒന്നെങ്കിൽ ഡ്രാഗ് ചെയ്യുക അല്ലെങ്കിൽ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക എവിടെയാണോ നമുക്ക് ബ്ലറിങ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് ടൂള് പരിചയപ്പെടാം. നെക്സ്റ്റ് വൺ ഈസ് ഡോട്ട്സ് ടൂൾ. The dot tool lightens the area of an image. The more we paint over an area with the dot tool, the lighter it becomes. അതായത് മക്കൾ ഏതെങ്കിലും ഒരു ഡാർക്ക് പോർഷനെ കുറച്ച് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോട്ട് ടൂള് യൂസ് ചെയ്യുന്നത്. കൂടുതലായിട്ട് നമ്മളിത് ചെയ്യുന്നത് ഏതെങ്കിലും ഡാർക്ക്നെസ് ഉള്ള സ്ഥലത്താണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത്, ലൈറ്റൻ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഡോട്ട്സ് ടൂളാണ് യൂസ് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ വെച്ച്, അതായത് നമ്മുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ വെച്ച് മിസ് കാണിച്ചു തരാം. ആദ്യം നമുക്ക് സ്റ്റെപ്സ് ഓരോന്നായിട്ട് പഠിക്കാം. Follow the steps given below. First one, open an image in the Photoshop window. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഫോട്ടോഷോപ്പ് വിൻഡോയിലെ ഇമേജ് ഓപ്പൺ ചെയ്യുക. ഇതാ കണ്ടോ, ഇവിടെ 2 ഡവ്സിൻ്റെ ഇമേജാണ് ഇട്ടിരിക്കുന്നത്. ദെൻ അത് ബാക്ക്ഗ്രൗണ്ട് അല്ല, ആ ഏരിയ എന്താണ് മക്കളെ, ഡാർക്ക് മോഡിലാണ് അല്ലേ, ഡാർക്ക്നെസ് ആണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, click on the arrow next to dots tool and select the dots tool from the list. നോക്കിയേ, ഡോട്ട്സ് ടൂളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഒരു ലിസ്റ്റ് വന്ന് കണ്ടോ, അവിടെ ഡോട്ട്സ് ടൂൾ ക്ലിക്ക് ചെയ്യുക. ചൂസ് എ ബ്രഷ് ടിപ്പ് ആൻഡ് സ്ട്രെങ്ത് ദി ഓപ്ഷൻസ് ബാർ. നേരത്തേതുപോലെ തന്നെ ബ്രഷ് ടിപ്പ് നമ്മൾ ചൂസ് ചെയ്യണം. കണ്ടോ, ഇവിടെ നമുക്ക് പല ടൈപ്പ് ബ്രഷസ് അവൈലബിൾ ആണ്, ബ്രഷ് ടിപ്പ് അവൈലബിൾ ആണ്. നമുക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമ്മൾ ബ്രഷ് ടിപ്പ് സെലക്ട് ചെയ്യുക. ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ടെക്നിക്ക് ഈസ് യൂസ്ഡ് ടു ലൈറ്റൻ ദി ഇമേജ്. നേരത്തേതുപോലെ തന്നെ ക്ലിക്ക് അല്ലെങ്കിൽ ഡ്രാഗ് ടെക്നിക്കാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എവിടെയാണോ ലൈറ്റൻ ചെയ്യേണ്ടത് അവിടെ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ, ജസ്റ്റ് ഒന്നെങ്കിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ഓവർ ദി പാർട്ട് ഓഫ് ആൻ ഇമേജ് വി വാണ്ട് ടു ലൈറ്റൻ. അപ്പോൾ നമ്മുടെ ഇമേജ് എന്ത് ചെയ്യും, ലൈറ്റൻ ആവും. കണ്ടോ, ഇവിടെ നേരത്തെ ഒരു അല്ലെങ്കിൽ PGൻ്റെ പോർഷൻ എന്തായിരുന്നു, നേരത്തെ ഡാർക്കിലായിരുന്നു, ഇപ്പോൾ അവിടെ ലൈറ്റൻ ചെയ്തത് കണ്ടോ, മനസ്സിലായോ? ആദ്യത്തെ ഇമേജ് തന്നതും രണ്ടാമത്തെ ഇമേജ് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ മക്കളെ? അപ്പോൾ ഡോട്ട്സ് ടൂളിൻ്റെ യൂസ് എന്താണ്, ലൈറ്റൻ ചെയ്യാൻ. ഓക്കെ, ക്ലിയർ ആയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ടൂളിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് പെൻ ടൂൾ. ദ സിംപ്ലസ്റ്റ് പാത്ത് ദാറ്റ് വി ക്യാൻ ഡ്രോ വിത്ത് ദി പെൻ ടൂൾ ടു ക്രിയേറ്റ് 2 anchor points. By continuing to click, we can create a path made of straight line segments connected by corner points. മക്കളെ, പെൻ ടൂൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും വളരെ ഈസി ആയിട്ടൊരു മെത്തേഡാണ്. അതായത് അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ നമുക്ക് നിർമ്മിക്കണം. അങ്ങനെയാണെങ്കിൽ 2 ആങ്കർ പോയിൻറ്റ്സ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി, അവർക്കിടയിൽ എന്ത് ഫോം ചെയ്യും, ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫോം ചെയ്യും. അങ്ങനെ നമ്മൾ പല പ്രാവശ്യം പല ലൈൻ സെഗ്മെൻറ്റ്സ് നമുക്ക് ഫോം ചെയ്യാൻ സാധിക്കും. അതാണ് പെൻ ടൂളിൻ്റെ പ്രത്യേകത. നമുക്ക് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്തതെന്ന് നോക്കാം. For using the pen tool, we need to follow the given steps. First one, open a blank drawing in the Photoshop window. നമുക്കിവിടെ സ്ട്രെയിറ്റ് ലൈൻ ആണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇമേജാണ് നമ്മൾ നിർമ്മിക്കാൻ പോകുന്നത് നമ്മൾ പറഞ്ഞു. അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ട ഇമേജ് എന്തായിരിക്കണം, ഒരു ബ്ലാങ്ക് ഡ്രോയിങ് ആയിരിക്കണം നമുക്ക് ചൂസ് ചെയ്യേണ്ടത്. Click on the arrow next to the pen tool and select the pen tool option from the list. പെൻ ടൂളിന് അടുത്തുള്ള ആരോയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിൽ നിന്ന് നമുക്ക് പെൻ ടൂൾ സെലക്ട് ചെയ്യാം. Then when we click on the drawing area, it creates an anchor point. നമ്മൾ എപ്പോഴാണോ നമ്മൾ ഡ്രോയിങ് ഏരിയയിൽ ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ആങ്കർ പോയിന്റ്
ക്രിയേറ്റ് ആവും. ദെൻ ക്ലിക്ക് അഗൈൻ ഓൺ ദി ഡ്രോയിങ് ഏരിയ വെയർ വി വാണ്ട് ടു ഡ്രോ ലൈൻ സെഗ്മെൻറ്റ്. ഇനി നമുക്ക് എങ്ങോട്ടാണോ ലൈൻ സെഗ്മെൻറ്റ് ഡ്രോ ചെയ്യേണ്ടത് അവിടെ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ദെൻ ദ ടു ആങ്കർ പോയിൻറ്റ്സ് ജോയിൻ വിത്ത് ദ ലൈൻ സെഗ്മെൻറ്റ്. അപ്പോൾ നമുക്ക് രണ്ട് ആങ്കർ പോയിൻറ്റ്സ് ആയി അവർ തമ്മിൽ ജോയിൻ ചെയ്ത ഒരു ലൈൻ സെഗ്മെൻറ്റ് ആകും. കണ്ടിന്യൂ ക്ലിക്കിംഗ് ടു സെറ്റ് ആങ്കർ പോയിൻറ്റ്സ് ഫോർ അഡീഷണൽ സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ്സ്. നമുക്ക് ഇനിയും സ്ട്രെയിറ്റ് ലൈൻ വേണമെങ്കിൽ നമുക്ക് ഇനിയും എന്ത് ചെയ്യാം, ആങ്കർ പോയിൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. നോക്കിയേ മക്കളെ, അങ്ങനെ ആങ്കർ പോയിൻറ്റ്സ് വെച്ച് ക്രിയേറ്റ് ചെയ്ത സ്ട്രെയിറ്റ് ലൈൻ വെച്ചിട്ടുള്ളൊരു സ്റ്റാർ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ഓരോ ക്ലിക്ക് ചെയ്യുമ്പോഴും അവിടേക്ക് ഒരു ആങ്കർ പോയിൻറ്റ്സ് ആകും. പിന്നെയോ നമുക്ക് എവിടെയാണോ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അങ്ങോട്ടാകും. മനസ്സിലായോ? അപ്പോൾ ഓരോ ആങ്കർ പോയിൻറ്റ്സിലും നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അത് വെച്ച് ഫിഗേഴ്സും അല്ലെങ്കിൽ ഇമേജസ് ഫോം ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് പാത്ത് സെലക്ഷൻ ടൂൾ. പാത്ത് സെലക്ഷൻ ടൂൾ എനേബിൾസ് us to create and manipulate the path by adjusting the anchor points. നമുക്ക് ആങ്കർ പോയിൻറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പാത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിലാണ് നമ്മൾ പാത്ത് സെലക്ഷൻ ടൂള് യൂസ് ചെയ്യുന്നത്. നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. ഫോളോ ദി given steps for using the path selection tool. First one, open an image where we have used anchor points for drawing. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നേരത്തെ തന്നെ ആങ്കർ പോയിൻറ്റ്സ് ഡ്രോ ചെയ്ത ഇമേജ് ഓപ്പൺ ചെയ്യണം. അതിനുശേഷം ക്ലിക്ക് ഓൺ ദി ആരോ നെക്സ്റ്റ് ടു ദി പാത്ത് സെലക്ഷൻ ടൂൾ ആൻഡ് സെലക്ട് പാത്ത് സെലക്ഷൻ ടൂൾ ഫ്രം ദി ലിസ്റ്റ്. നോക്കിയ മക്കളെ, ഇവിടെ പാത്ത് സെലക്ഷൻ ടൂൾ കണ്ടോ, അവിടെ ആ ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ദി പാത്ത് ക്രിയേറ്റഡ് ബൈ ആങ്കർ പോയിൻറ്റ്സ്. The path gets selected and moved to the new location. നമുക്ക് ഏതെങ്കിലും ഒരു പാത്ത് അല്ലെങ്കിൽ ആങ്കർ പോയിൻറ്റ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആങ്കർ പോയിൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ എങ്ങോട്ടാണോ നമുക്ക് മൂവ് ചെയ്യേണ്ടത് അങ്ങോട്ട് മാറ്റുക. ദെൻ ആ ലൊക്കേഷനിൽ നമ്മുടെ പുതിയ ആങ്കർ പോയിൻറ്റ് സെറ്റ് ആകും. ആസ് വി മൂവ് ദി പാത്ത്, ദ കോർണേഴ്സ് ഓഫ് ദി ന്യൂ ലൊക്കേഷൻ ആർ ഡിസ്പ്ലേഡ് ഇൻ ദ സ്മോൾ ബോക്സ് ആൻഡ് സെൻറ്റർ ഓഫ് ദി സ്ക്രീൻ ഈസ് മാർക്ക് വിത്ത് എ ക്രോസ്. നോക്കിയേ, ഇതിൻ്റെ സെൻറ്റർ ഓഫ് ദി പോയിന്റ് കണ്ടോ, ഒരു ക്രോസിൽ നമുക്ക് ഡിസ്പ്ലേ ആകും. അതുമാത്രമല്ല, ആ ഡോട്ട്സ് ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ന്യൂ ആയിട്ടുള്ള ആങ്കർ പോയിൻറ്റ്സ്. നമുക്ക് ഏതെങ്കിലും ആങ്കർ പോയിൻറ്റ്സ് മാറ്റണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആങ്കർ പോയിന്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ന്യൂ ലൊക്കേഷനിലോട്ട് മാറ്റുക. അത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. മനസ്സിലായോ പാത്ത് സെലക്ഷൻ ടൂള്? ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ടൂൾ പഠിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ടെക്സ്റ്റ് ടൂൾ. The text tool allows us to add text in an image. For using text tool, we need to follow the given steps. മക്കളെ, ടെക്സ്റ്റ് ടൂൾ എന്തിനായിരിക്കും? നമ്മുടെ ഇമേജിൽ എവിടെയെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് for using text tool, we need to follow the given steps. First one, open an image to which text is to be added. നമുക്ക് ഏത് ഇമേജിലാണോ ടെക്സ്റ്റ് ആഡ് ചെയ്യേണ്ടത് ആ ഇമേജ് നമ്മൾ ഓപ്പൺ ആക്കി വെക്കണം. ദെൻ ക്ലിക്ക് ഓൺ ദി ആരോ നെക്സ്റ്റ് ടു ദി ടെക്സ്റ്റ് ടൂൾ ആൻഡ് സെലക്ട് ടെക്സ്റ്റ് ടൂൾ ഫ്രം ദി ലിസ്റ്റ്. നമുക്ക് ടെക്സ്റ്റ് ടൂൾ കണ്ടോ, ടെക്സ്റ്റ് ടൂളിൻ്റെ ഹൊറിസോണ്ടൽ ടൈപ്പ് ടൂളാണ് കാണിച്ചിരിക്കുന്നത്. ടി ആണ് അതിൻ്റെ സിമ്പിൾ. ദെൻ അത് ക്ലിക്ക് ചെയ്യുക. നമുക്കിപ്പോൾ ഹൊറിസോണ്ടൽ ടൈപ്പ് ആണെങ്കിൽ ഹൊറിസോണ്ടലായിട്ടായിരിക്കും നമ്മൾ ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നത്. വെർട്ടിക്കലായിട്ടാണ് ടെക്സ്റ്റ് ടൂൾ ഉണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ട് ആഡ് ആകും. ഓക്കെ, ദെൻ we can change the font size or font family from the tool options bar. നമുക്ക് ടൂൾ ഓപ്ഷൻസ് ബാറിൽ നിന്ന് നമുക്ക് എന്തും ചെയ്യാം, സൈസും ചേഞ്ച് ചെയ്യിക്കാം. ഇതാണ് ടൂൾ ഓപ്ഷൻസ് ബാറിലെ ലിസ്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്ക് ടെക്സ്റ്റ് അലൈൻ ചെയ്യിക്കാം. ദെൻ ക്ലിക്ക് ഓൺ ദി ഇമേജ് ആൻഡ് സ്റ്റാർട്ട് ടൈപ്പിംഗ് ദ മെസ്സേജ്. നമുക്ക് ഏത് മെസ്സേജാണോ ടൈപ്പ് ചെയ്യേണ്ടത് അത് ക്ലിക്ക് ചെയ്തിട്ട്, അതായത് ഇമേജിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ടൈപ്പ് ചെയ്യുക. കണ്ടോ, ലയൺ കിങ്. ഇവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ലയൺ കിങ് എന്നാണ്. കണ്ടോ, അപ്പം എന്തിനാണ് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്യുന്നത്, എങ്ങനെ അത് അഡ്ജസ്റ്റ് ചെയ്യാം, എങ്ങനെ സൈസ് മാറ്റാം, എന്നെങ്ങനെ കളർ മാറ്റാം എന്നൊക്കെ പഠിച്ചല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഷേപ്പ് ടൂൾസ്. ഷേപ്പ് ടൂൾസ് പ്രൊവൈഡ് ആൻ ഈസി വേ ടു ഡ്രോ വേരിയസ് ഷേപ്സ് ഓൺ ദി സ്ക്രീൻ. മക്കളെ, നമ്മുടെ സ്ക്രീനിൽ അല്ലെങ്കിൽ സ്ക്രീനിൽ വേരിയസ് ടൂൾസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷേപ്പ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. ഏതൊക്കെ ഷേപ്സ് അവൈലബിൾ ആയിട്ടുള്ളത്? ഫോട്ടോഷോപ്പ് പ്രൊവൈഡ്സ് ഫോളോവിങ് ഷേപ്പ് ടൂൾസ്. റെക്റ്റാങ്കിൾ ഉണ്ട്, റൗണ്ടഡ് റെക്റ്റാങ്കിൾ ഉണ്ട്, ദെൻ എലിപ്സ്, പോളിഗൺ, ലൈൻ, കസ്റ്റം ഷേപ്പ്, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഷേപ്സ് അവൈലബിൾ ആണ്. നോക്കിയേ മക്കളെ, ഇതാണ് ഓരോന്നിൻ്റെയും. കണ്ടോ, റെക്റ്റാങ്കിൾ ടൂൾ, റൗണ്ടഡ് റെക്റ്റാങ്കിൾ ടൂൾ, എലിപ്സ് ടൂൾ, പോളിഗൺ ടൂൾ, ലൈൻ ടൂൾ, കസ്റ്റം ഷേപ്പ് ടൂൾ. കണ്ടോ, ഓരോന്നും ഐഡൻറ്റിഫൈ ചെയ്യണേ. അപ്പോൾ നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം? To use these shape tools, we need to follow the given steps.
ഫസ്റ്റ് വൺ ഓപ്പൺ ആൻഡ് ബ്ലാങ്ക് ഡ്രോയിങ് ഇൻ ദ ഫോട്ടോഷോപ്പ് വിൻഡോ. നമ്മളൊരു ബ്ലാങ്ക് ഡ്രോയിങ് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത്. ദെൻ ക്ലിക്ക് ഓൺ ദി ഷേപ്പ് ടൂൾ ആൻഡ് സെലക്ട് ദി റിക്വയർഡ് ടൂൾ ഫ്രം ദി ലിസ്റ്റ്. ഏത് ഷേപ്പാണോ നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മൾ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ദെൻ ക്ലിക്ക് ഓൺ ദി ഡ്രോയിങ് ഏരിയ ആൻഡ് വിത്ത് ദി ടെക്നിക് ഓഫ് ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ മതി, നമ്മുടെ ഷേപ്പ് അവിടെ ഡ്രോ ആവും. ഓക്കെ, ഇതാണ് അങ്ങനെ നമ്മൾ ഡ്രോ ചെയ്ത ഷേപ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് സെക്ഷനിലേക്ക് കടക്കാം. വ്യൂയിങ് ടൂൾസ്. ഫോട്ടോഷോപ്പ് പ്രൊവൈഡ്സ് ദി ഫോളോവിങ് വ്യൂയിങ് ടൂൾസ്. മക്കളെ, വ്യൂയിങ് ടൂൾസ് എന്ന് വെച്ചാൽ നമുക്ക് ജസ്റ്റ് വ്യൂ ചെയ്ത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യൂയിങ് ടൂൾസ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ 3 ടൈപ്സ് വ്യൂയിങ് ടൂൾസ് അവൈലബിൾ ആണ്. അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വ്യൂയിങ് ടൂളാണ് സൂം ടൂൾ. We select zoom tool from the toolbar and click either zoom in or zoom out option on the tool options bar. നമുക്ക് സൂം ടൂൾ സെലക്ട് ചെയ്തിട്ട് സൂം ഇന്നോ സൂം ഔട്ടോ ചെയ്ത് വലുതാക്കാനും ചെറുതാക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലിക്ക് ഓൺ ദി ഏരിയ വി വാണ്ട് ടു മാഗ്നിഫൈ. ഈച്ച് ക്ലിക്ക് മാഗ്നിഫൈസ് ഓർ റെഡ്യൂസസ് ദി ഇമേജ്. നമുക്ക് എവിടെയാണോ മാഗ്നിഫൈ ചെയ്ത് കാണുന്നത് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മാഗ്നിഫൈ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വ്യൂയിങ് ടൂൾ പരിചയപ്പെടാം. ഹാൻഡ് ടൂൾ. വെൻ വി വാണ്ട് ടു വ്യൂ അനദർ ഏരിയ ഓഫ് ആൻ ഇമേജ് we can either use the window scroll bar or we can select the hand tool and drag to view the image. നമുക്ക് ഒരു ഇമേജിൽ തന്നെ പല പോർഷൻസ് കാണണമെന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് വേറൊരു ഏരിയ ആണ് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ടൂൾ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഹാൻഡ് ടൂൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്പോൾ നമ്മുടെ ആ കഴ്സർ എന്തായി മാറും? ഹാൻഡ് ടൂളായിട്ട് മാറും. അതിനുശേഷം നമ്മൾ ക്ലിക്ക് ഓൺ ദി ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ദി കഴ്സർ ചേഞ്ച് ടു എ ഹാൻഡ് ആൻഡ് വി ക്യാൻ ഡ്രോ ടു വ്യൂ ദി എൻ്റയർ ഇമേജ്. നമുക്ക് എല്ലാ ഇമേജിലെ എല്ലാ പോർഷൻസും നമുക്ക് നന്നായിട്ട് വ്യൂ ചെയ്യാൻ സാധിക്കും. ദ ലാസ്റ്റ് വൺ ഈസ് റൊട്ടേറ്റ് ടൂൾ. വി ക്യാൻ റൊട്ടേറ്റ് ദ എൻ്റയർ ഇമേജ് ബൈ സെലക്ടിങ് ദ റൊട്ടേറ്റ് ടൂൾ ഫ്രം ദി ടൂൾ ബോക്സ്. നമുക്ക് റൊട്ടേറ്റ് ടൂൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അതെ, റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മുടെ റൊട്ടേറ്റ് ടൂൾ സെലക്ട് ചെയ്താൽ മതി, നമുക്ക് നമ്മുടെ ഇമേജ് എത്ര പ്രാവശ്യം വേണമെങ്കിലും പല ആംഗിൾസിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ പോർഷൻസ് എല്ലാം ക്ലിയർ ആയ മക്കളെ? ഓക്കെ മക്കളെ, നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ ചാപ്റ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തിരുന്നത്? പെയിൻറ്റ് ബക്കറ്റ് ടൂൾ നോക്കി, ബ്ലർ ടൂള്, പിന്നെയോ ഡോഡ്ജ് ടൂൾ എന്താണ്, പെൻ ടൂൾ എന്താണ്, പാത്ത് സെലക്ഷൻ ടൂള്, ടെക്സ്റ്റ് ടൂള്, ദെൻ ഷേപ്പ് ടൂൾസും പിന്നെ വ്യൂയിങ് ടൂൾസും. ഓക്കെ, അപ്പോൾ മക്കൾക്ക് മനസ്സിലായോ എന്തൊക്കെയാണ് ടൂൾസിൻ്റെ യൂസ്, അതെങ്ങനെ ടൂൾസ് എങ്ങനെയാണ്, അതിൻ്റെ സിമ്പിള്, അതെങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ മക്കൾക്ക് മനസ്സിലായോ? ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ എക്സസൈസ് പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. താങ്ക് യു.